കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. പാഞ്ഞാളിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടതായി നാട്ടുകാർ. പാഞ്ഞാൾ അയ്യപ്പൻകാവ് റോഡിൽ ഹരി എന്നയാളുടെ പറമ്പിലും റോഡരികിലുമാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇങ്ങനെ ഒരു കാൽപ്പാടുകൾ, നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന മൃഗങ്ങളുടേതല്ലാത്ത രീതിയിലുള്ള ചില കാൽപ്പാടുകൾ കണ്ടത്. അപ്പോൾ അത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം നടക്കുന്ന ഈ സാഹചര്യത്തിൽ അതുകൂടി ചേർത്ത് വായിച്ചുകൊണ്ട് ഇതിനെ പോകണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആളുകൾക്കെല്ലാം വളരെയധികം ഭീതി ഉളവാക്കുന്ന രൂപത്തിൽ പുലിയുടേതിന് സമാനമായ രീതിയിലുള്ള ഒരു കാൽപ്പാടുകളാണ് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെത്തിയിട്ടില്ല. പോലീസ് വന്ന് നോക്കി പോയിട്ടുണ്ട്. കാരണം ഇത് തീരുമാനം അത് എന്തിൻ്റെയാണെന്ന് കൃത്യമായി പറയേണ്ടത് ഫോറസ്റ്റുകാരാണ്. അവർ വന്ന് ഇത് ബോധ്യപ്പെടുത്തണം. ഇവിടെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. ജനങ്ങളുടെ ആശങ്ക മാറ്റേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കണം. ഇവിടെ അമ്പലമടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് സ്ഥിരമായി ആളുകൾ വൈകുന്നേരങ്ങളിൽ പോകുന്ന വഴിയാണ്. രാവിലെ നേരത്തെ ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ്. അപ്പോൾ ആളുകളെല്ലാം വളരെയധികം ഭീതിയിലാണ്. അപ്പോൾ അവരുടെ ഭീതി അകറ്റുന്നതിന് സത്യമായ ഇടപെടലും നടപടികളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. എന്നാൽ കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്നും കാട്ടുപൂച്ചയുടേതോ മറ്റോ ആകാമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. പാഞ്ഞാൾ ആലഞ്ചിയോട് എന്ന ഭാഗത്ത് പുലി ഇറങ്ങിയുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്റ്റാഫ് കൂടെ വന്ന് പരിശോധിച്ചതിൽ കാൽപാദം വെച്ച് ലക്ഷ്യമാക്കി നോക്കിയതിൽ അത് കാട്ടുപൂച്ച അല്ലെങ്കിൽ ആണ് തോന്നുന്നത്. പിന്നെ വ്യക്തമായിട്ട് കാലിൻ്റെ നഖപ്പാട് കാണുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കാനുള്ള ഒന്നും ഇതിനകത്തില്ല. മായന്നൂർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിവരുന്നു.